വേൾഡ് നമ്പർ 1 ബോളർ ഉണ്ടായിട്ടും കൊൽക്കത്തയ്ക്ക് എന്തായിരിക്കും ഈ ഒരു സീസണിൽ ഒരു കളി പോലും ജയിക്കാനാവാത്തത്? വേൾഡ് നമ്പർ 1 ബോളർ ഉണ്ടായിട്ട് കാര്യമില്ല, അദ്ദേഹം ഡെലിവറി ഉണ്ട്. അവസാനമായിട്ട് എറിഞ്ഞ 24 ഓവറുകളിൽ 300 റൺസിന് അടുത്താണ് വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തിട്ടുള്ളത്. വിക്കറ്റ് എടുക്കുന്നത് പോട്ടെ, ആ ഒരു എക്കണോമി റേറ്റ് പോലും കാര്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വരുൺ ചക്രവർത്തിക്ക് പറ്റുന്നില്ല. കൊൽക്കത്തയുടെ തന്നെ ട്രംപ് കാർഡുകളായിട്ടുള്ള സുനിൽ നാരായണനും വിക്കറ്റുകൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ രണ്ടുപേരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു വേകളിൽ നിന്ന് അവർക്ക് കണ്ടെത്തേണ്ട അവസ്ഥയാണ്. മുസർബാനി ആണെന്നുണ്ടെങ്കിലും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പതിരണ പോലെ അവർ വിളിച്ചെടുത്തിട്ടുള്ള നല്ല രീതിയിൽ വിക്കറ്റ് ടേൺ ഓവറുള്ള പ്ലെയേഴ്സ് കളിക്കാൻ അവൈലബിൾ അല്ലാത്തതും കാമറൂൺ ഗ്രീൻ പോലെയുള്ള പ്ലെയേഴ്സ് ബോളിങ്ങിന് അവൈലബിൾ അല്ലാത്തതും കൊണ്ടാണ് കൊൽക്കത്തയ്ക്ക് ഇതുവരെ ജയിക്കാനായിട്ട് പറ്റാത്തത്. ആദ്യത്തെ കളിയിൽ 220 റണ്ണിന് മേലെ ബാറ്റ്സ്മാൻമാർ സ്കോർ ചെയ്തിട്ടും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കളിയിൽ SRHനെതിരെ 226 റൺസാണ് കൊൽക്കത്ത ബോളർമാർ കൺസിഡർ ചെയ്തത്. എന്നാൽ 16 ഓവറിൽ 161 റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇനി ഈഡൻ ഗാർഡൻസിലേക്ക് വീണ്ടും വരുമ്പോൾ കൊൽക്കത്തയുടെ എതിരാളികൾ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലായാൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള പഞ്ചാബ് കിങ്സ് ആണ്. ശ്രേയസിനും കൂട്ടർക്കും ഇന്ന് 3ാമത്തെ വിജയം നേടാനായിട്ട് പറ്റുമോ, അതോ കൊൽക്കത്തയ്ക്ക് ഇന്ന് ആദ്യത്തെ വിജയം നേടാനായിട്ട് പറ്റുമോ? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്?